മുത്തലാഖിന്റെ പേരിൽ കാസർഗോഡ് യുവതിക്ക് ക്രൂരമർദ്ദനം. 22-കാരിയെ ഭർത്താവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നടുക്കുന്നതാണ്. ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. വിവാഹം കഴിഞ്ഞ കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനിയായ യുവതിയാണ് ഇപ്പോൾ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീധന പീഡനം വീട്ടിൽ ഗുരുതരമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ മുത്തലാഖ് ചൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ശരിക്കും വീട്ടിൽ ഉണ്ടായിരുന്നത്? കല്യാണം കഴിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മ പ്രശ്നം ഉണ്ടാക്കി, സ്വർണം കുറഞ്ഞെന്ന പേരിൽ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവും സ്വർണം കുറഞ്ഞ പേരിൽ ഭർത്താവും എന്നോട് നല്ലോണം ക്രൂരമായി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. മാനസികമായി തളർത്തി ഉമ്മാവും ഭർത്താവും കൂടി. പിന്നെ ഭർത്താവ് ഒരു സൈക്കോ സ്വഭാവമാണ്. എടുക്ക് നേരെ ഉണ്ടാവും, പെട്ടെന്ന് എന്നോട് ചൊടി വരും, മുണ്ടാതെ നിൽക്കും, പിന്നെ എന്നോട് മർദ്ദിക്കാൻ വരും, എന്തൊക്കെയോ പറഞ്ഞ് എന്നെ നല്ലോണം മനസ്സ് വേദനിപ്പിക്കും. ഞാൻ ഒരു ദിവസം ഫോൺ നോക്കുമ്പോൾ വേറെ ഫെയർ ആയിട്ടുള്ള ഒന്നിച്ചുള്ള ബാഡ് ഫോട്ടോ ഒക്കെ കണ്ട് അതൊക്കെ ചോദിച്ചു, ഇതെന്ത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എന്തിങ്ങനെ നോക്കുന്നു, ഇങ്ങനെ എല്ലാക്കുന്നതിന് ഇത് നീ ചോദിക്കാൻ ആരെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ പ്രഗ്നൻസി നല്ലോണം അടിച്ച് നിലത്തിട്ട് അടിച്ച് ചോരൊക്കെ വന്ന് അന്നെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ ഇത് പറഞ്ഞൊന്നും നോക്കില്ല. പിന്നെ അതിൻ്റെ പേരിൽ കുറേ മർദ്ദിച്ച്. പിന്നെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ നിൻ്റെ വയറ്റിലുണ്ട് കുഞ്ഞ് എൻ്റെതല്ല, നിൻ്റെ ഉപ്പാൻ്റെ ആങ്ങളുടെ കുഞ്ഞായിട്ട് എന്തെല്ലാം പറഞ്ഞ് നല്ലോണം ചീത്ത വിളിക്കും. നല്ലോണം മർദ്ദനുണ്ട്. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, 7 മാസമായ കുഞ്ഞാണ് ഉണ്ടാകുന്നത്. ആ കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ നോക്കല, കുഞ്ഞ് കടിക്കും. കുഞ്ഞ് അങ്ങനെ കുറേ ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ടെന്ന് നോക്കല, പൊടിച്ചിട്ട് ഉന്തും തള്ളും. മുത്തലാഖ് ഇനി നിൻ്റെ വീട്ടിൽ പോയി തൊലാക്ക് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉപ്പ അസുഖം വന്ന് ആ ടൈമിൽ ഞങ്ങൾക്ക് വീട്ടിൽ വരണമല്ലോ അത്ര അവസ്ഥയിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ സംസാരിച്ചിട്ടാകുമ്പോൾ 2 തൊലാക്ക് എന്തായാലും അതിനെ സൂക്ഷിക്കണം പറഞ്ഞ്. അങ്ങനെ മരണപ്പെട്ട് കുറച്ച് ഇതുണ്ടായി. പിന്നെ അതിലും തുടങ്ങി ഇങ്ങനെ പൊന്ന് തരുന്നില്ല, ചിലവിനെ നോക്കുന്നില്ല, ആങ്ങളാർ നോക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് ഇനി ഇതിൻ്റെ പൊരുക്ക് പോയെങ്കിൽ എന്തെങ്കിലും ആക്കിയെങ്കിൽ 3 തൊലാക്കായെന്ന് പറഞ്ഞ്. പിന്നെ അങ്ങനെ പൂൾ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം പൊരുക്കാർക്ക് അറിയിച്ചെങ്കിൽ 3 തൊലാക്കാക്കും, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കും. എല്ലാവരും ഇങ്ങനെ കുറഞ്ഞ പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അത് ഭയങ്കര നാണക്കേടായി. അതിൻ്റെ പേരിൽ വന്ന് എന്നെ വെളിഞ്ച വീട്ടിൽ വെച്ച് കുറേ തല്ലി മർദ്ദിക്കുകയോ ചെയ്തു. പോലീസിൽ പരാതി നൽകി ആദൂർ പോലീസ് സ്റ്റേഷനിൽ. എന്നില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനം. നീതി വേണം നമുക്ക്. 3 കൊല്ലം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ച് അങ്ങനെ ഞാൻ നിയമത്തിൽ മുന്നിൽ വന്നത്. നിങ്ങളെ മുന്നിൽ വരാൻ കാരണം തന്നെ ഇനിയൊരു സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. സ്വന്തം ഭാര്യയ്ക്കും കൈക്കുഞ്ഞിനും നേരെ വരെ നിരന്തരമായി മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഇവരുടെ വീട്ടിലുണ്ടായിരുന്നത്. കൃത്യമായ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.